ജോസഫ് ആദ്യം മമ്മൂക്കയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു? മമ്മൂക്കയോട് നേരിട്ട് പറയാൻ പറ്റിയിട്ടില്ല. മമ്മൂക്കയുടെ മാനേജർ ജോർജ് എന്ന് പറയുന്ന ആളോടാണ് പറഞ്ഞത്. അപ്പം അത് ഞാനും പറയില്ല, ഞാനെപ്പോഴും ഐഡിയ പറഞ്ഞിട്ട് എഴുതുന്ന ആളാണ്. അപ്പോൾ അങ്ങനെ ഒരു ഐഡിയ ആണ് പ്രസൻറ്റ് ചെയ്തത്. അപ്പോൾ അദ്ദേഹം അതൊരു ഷോർട്ട് ഫിലിം കണക്ക് അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പോയിരുന്ന് എഴുതി ആദ്യത്തെ ഒരു ഡ്രാഫ്റ്റ് വന്നു. പക്ഷെ അപ്പം കേട്ടില്ല. അങ്ങനെ ഇരുന്ന സമയത്ത് ഞാൻ വേറെ വഴി കൂടെ ട്രാവൽ ചെയ്തു. മമ്മൂക്ക അതിന് ശേഷം കണ്ടായിരുന്നോ? ജോസഫിന്റെ കാര്യം പറഞ്ഞായിരുന്നു? അല്ല, ഞങ്ങൾ അങ്ങനെ സംസാരിച്ചില്ല. ആക്ച്വലി ജോസഫിന്റെ 125ാമത്തെ ദിവസം ഞങ്ങൾക്കെല്ലാം മൊമെന്റ് വരുന്നത് മമ്മൂക്കയാണ്. അതിനുശേഷം മാർട്ടിൻ ചേട്ടനായിട്ട് നല്ല അടുപ്പമുള്ളതുകൊണ്ട് നായിട്ട് ഷൂട്ട് ചെയ്യാൻ പോകുന്നത് മാർട്ടിൻ ചേട്ടൻ ഷൂട്ടിന്റെ തലേന്ന് മമ്മൂക്കയെ കാണാൻ പോയപ്പോൾ ഞാനും മാർട്ടിൻ ചേട്ടൻ്റെ കൂടെ പോയിരുന്നു. അങ്ങനെ മമ്മൂക്കയെ കണ്ടിട്ടുണ്ട്. ജോസഫിനെ കുറിച്ച് സംസാരം ഉണ്ടായിരുന്നു? അപ്പോൾ ഇല്ല, അങ്ങനെ സംസാരമൊന്നും ഉണ്ടായില്ല. അത് അദ്ദേഹത്തിന് അറിയത്തില്ലല്ലോ. ചിലപ്പോൾ അറിയാതിരിക്കുന്ന പോലും എനിക്കറിയില്ല. നമ്മൾ പിന്നീട് ഇന്റർവ്യൂ പറയുമ്പോഴായിരിക്കും അദ്ദേഹത്തിന് അത് അറിയാവുന്നത്. ശരിക്കും ലാലേട്ടനും മമ്മൂക്കയും കഥയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. അതിൻ്റെ ഒരു ആവശ്യം അവർക്കൊണ്ടെന്ന് തോന്നുന്നില്ല. ആയിരക്കണക്കിന് കഥ അവർ കേൾക്കാൻ ക്യൂ നിൽക്കുമ്പോഴാണ്. പറഞ്ഞിട്ടുണ്ടോ ലാലേട്ടനോട് മമ്മൂക്കയോടും കഥ? ഇല്ല, മമ്മൂക്കയുടെ നേരിട്ട് ഇതുവരെ കഥ പറയാൻ പറ്റില്ല. ലാലേട്ടനോട് പാട്രിയോട്ട് സെറ്റ് വെച്ചൊരു ഐഡിയ ബൗൺസ് ചെയ്തു. അപ്പോൾ അത് അദ്ദേഹം ഒന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് എഴുതി കൊണ്ടുവരാമെന്ന് ചോദിച്ചു. പക്ഷേ ഐഡിയ വൈസ് പുള്ളിക്ക് വർക്കായി എന്നാണ് പറഞ്ഞത്. ഒന്ന് എഴുതി കൊണ്ടുവരാമെന്ന് ചോദിച്ചു. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഈ സിനിമ ഓണായി. അപ്പോൾ ഇനി അതിൻ്റെ ചെറിയൊരു എഴുത്തും പ്രോസസ്സുമായിട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നു.